ലക്ഷ്മി ഇല്ലേ? ലക്ഷ്മി എടുത്തി ആരോ വന്നിരിക്കുന്നു. എന്റെ പേര് മിനി. ഞാൻ രാമേന്ദ്രന്റെ ഫ്രണ്ടാണ്. വെറും ഫ്രണ്ട് ഒന്നുമല്ല, എ വെരി ക്ലോസ് ഫ്രണ്ട്. നിങ്ങളുടെ കല്യാണത്തിന്റെ ഫുൾ ചാർജ് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ലക്ഷ്മി എങ്ങനെ ഇരിക്കുന്നറിയാൻ എനിക്ക് വലിയ തിടുക്കമായിരുന്നു. കണ്ടപ്പോ സമാധാനായി. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടാവും. ഞാൻ വാചോടിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഈ ആഭരണവും സാരിയൊക്കെ തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കെട്ടാൻ പോണ പെണ്ണിന് ഈ നിറത്തിലുള്ള സാരിയും ഇത്രയും ആഭരണമൊക്കെ വേണമെന്ന് പുള്ളിക്ക് പണ്ടേ നിർബന്ധമാണ്. രാമേന്ദ്രന്റെ ഭാര്യയാൻ പോകുന്ന ലക്ഷ്മി ഭാഗ്യവതിയാ. അനന്തന്റെ അസുഖമൊക്കെ മാറിയോ? മാറി. ആ, കല്യാണത്തിന്റെ തലേ ദിവസം ഞാനിങ്ങെത്തും. പെണ്ണിനെ ഒരുക്കാനും താലി കെട്ടാനുള്ള അവകാശം എനിക്കാ. വരട്ടെ. സൗകര്യം കിട്ടുമ്പോൾ ഇനിയും കോളേജ് ചെല്ലണം. യുവമാർക്കിട്ട് 2 കൂടി കൊടുക്കണം. അതിനു മുമ്പ് ഒരു ഫോൺ ചെയ്താൽ ഒരു ഉഴപ്പൊക്കെ ഉഴപ്പി എല്ലാം കഴിയുമ്പോഴേക്കും ഞാൻ എത്തിയേക്കാം. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് നാട്ടുകാരായി നിങ്ങൾ വേണം ചെയ്യാൻ. പുറപ്പെട്ടെ. എന്തായാലും കുറെ കാശൊക്കെ ചെലവാക്കി പന്തലൊക്കെ കെട്ടിയ സ്ഥിതിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ആ പന്തലിൽ വെച്ച് തന്നെ നടക്കട്ടെ. ദേ, എതിരൊന്നും പറയാൻ നിൽക്കണ്ട. വാശി പിടിച്ചാ ഞാൻ എങ്ങനെയാണെന്ന് സാറിന് തന്നെ അറിയില്ലേ. ഇത് കൊടുത്തോണ്ട് വേണം മണവാളൻ പന്തലിൽ വരാൻ. ദാ, നിങ്ങളുടെ കല്യാണത്തിന് എന്റെ വക ഒരു പ്രസന്റ്. സാറിന് ഇഷ്ടപ്പെട്ട സിമ്പിൾ ആയിട്ടുള്ള കാർഡ്സ്. നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഗോൾഡൻ ലെറ്റേഴ്സിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. മൈ ഇൻവിറ്റേഷൻ ഫോർ യു. ക്ഷണിക്കണ്ട, വരും. ശിക്ഷിക്കുകയാണല്ലേ? സ്വീറ്റ് റിവെഞ്ച്. ആയിക്കോളൂ. നിനക്ക് സങ്കടമില്ലേ മോളെ?